നോക്കാൻ പോകുന്നത് ഡിഫൻഡേഴ്സിന്റെ കുറച്ച് ടിപ്സാ എന്ന് പറഞ്ഞാൽ ഡിഫൻഡേഴ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കും ഡിഫൻഡേഴ്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും ഞാനിത് പറഞ്ഞത്. ഏതാ ഡിഫൻഡർ? നീ ഡിഫൻഡറാ? ഹായ് ഗൈസ് സാറേ. ഹായ് ഗൈസ്. അടി കളിച്ചോ. അപ്പോ ഡിഫൻഡർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ, ഡിഫൻഡർ നമ്മൾ ഒരു ഡിഫൻഡർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന മിസ്റ്റേക്കും, നമ്മൾ പോയിട്ട് ബോൾ വരുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് കാലിടുന്നതാ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ അറിവിൽ ഞാൻ കൊടുക്കുന്ന കോച്ചിങ്ങിൽ ഞാൻ കാണപ്പെടുന്ന ഒരു പ്രശ്നം. നമ്മൾ പോയിട്ട് വാണ്ടഡ് ആയിട്ട് പോയിട്ട് കാലിടുക. നമ്മൾ ഒരു സ്ട്രൈക്കറെ വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു മനസ്സില്ല, അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരിൽ കളിക്കാർ കൂട്ടം കൂടും വഴക്ക് പറയുന്നുള്ള ഇത് കൊണ്ട് പേടിച്ചിട്ട് പോയിട്ട് കാലിടുക. കാലിട്ട പാടെ അവിടെ ഔട്ടാവുക, ഔട്ടായ പാടെ അവിടെ നിൽക്കുക. അതെല്ലാം തെറ്റാ. കാലിടുന്ന മിസ്റ്റേക്ക്. കാലിട്ടാൽ എന്തായാലും ഔട്ടാവും. ഔട്ടാകുന്നത് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. ആ കാലിട്ടവനെ കൊണ്ട് മിസ്റ്റേക്ക് കൊണ്ട് ഔട്ടായി പോകുന്നത്. ഔട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കോ, പ്ലെയർ പോയി കളയും. പ്ലെയർ പോയാലോ നമ്മൾ തിരിച്ചവന്റെ വേഗത്തിൽ തന്നെ ഓടാൻ നിൽക്കൂല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തിരിച്ചവന്റെ വേഗത്തിൽ തന്നെ പോയാൽ തന്നെ ചിലപ്പോൾ അവിടെ ആ മിസ്റ്റേക്ക് നമുക്ക് കുറച്ച് ടാലി ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഓടിയാൽ തന്നെ ആ ഒരു പ്ലെയർക്ക് ഒരു പ്രഷർ ഉണ്ടാവും. നമ്മൾ വെറുതെ പോയി കാലിടൂ, അവിടെ കാലിട്ടിട്ട് ഔട്ടായി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കും. എത്ര പ്ലെയർ കളി കഴിഞ്ഞിട്ട് എത്ര പേര് കളിയിൽ മൊത്തം നമ്മളെ കാലിൽ മിസ്സാവോ, അല്ലെങ്കിൽ നമ്മളെ മുമ്പിലോട്ട് ഒരു പ്ലെയർ മിസ്സായി കഴിഞ്ഞാലോ, ആ പ്ലെയർ അങ്ങോട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ ആ പ്ലെയറെ പോയിട്ട് ചേസ് ചെയ്യാണ്ട് നമ്മൾ ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുന്ന എത്ര അവസ്ഥകൾ നമ്മൾ കളിയിൽ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു കളിയിൽ ആദ്യം നമ്മൾ അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിലും കളി കഴിയാനാകുമ്പോൾ നമ്മൾ തളരും. നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുക, ആ ഡിഫൻഡർ ഒപ്പം പോകാൻ നിൽക്കുള്ളൂ. ഡിഫൻഡറോ സ്ട്രൈക്കറോ ആരാണെങ്കിലും ഒന്നിക്ക് നമ്മളെടുക്കുന്ന മിസ്സായതായിരിക്കാം, ഇല്ലെങ്കിൽ അവർ നമ്മളെ കളിപ്പിച്ചു പോയതായിരിക്കാം. എങ്ങനെ ആയിക്കോട്ടെ, കളിപ്പിക്കുന്നതും നമ്മളെ കാലിൽ നിന്ന് മിസ്സാവുന്നതും എല്ലാം സാധാരണ വിഷയമാണ്. പക്ഷെങ്കിൽ നമ്മൾ മിസ്സായി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ കളിപ്പിച്ച് കഴിഞ്ഞിട്ടോ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി നിൽക്കുന്നത് അത് നമ്മളെ തെറ്റാ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് എങ്ങനെ ഒരാളെ കളിപ്പിക്കാൻ പറ്റുമോ അതേപോലെ നമ്മളെയും കളിപ്പിക്കേണ്ട കഴിവ് ഓപ്പണന്റിന് ഉണ്ടാവും. അപ്പൊ അത് വലിയ പ്രശ്നമല്ല. നമ്മൾ നോക്കി നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അങ്ങോട്ട് പോയി കാലിടുന്നത് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത് ഔട്ടായി കഴിഞ്ഞാൽ ബോൾ നോക്കിക്കോ. നിങ്ങൾ കാലിന് ബോൾ മിസ്സാകുന്നത് നമ്മളെ മിസ്റ്റേക്ക് ഇല്ല, നമ്മളെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. നമ്മളെ പോലത്തെ ഒരു പ്ലെയർ ഓപ്പണന്റ് ഇല്ല നമ്മളെ കളിപ്പിക്കേണ്ടത്. നമുക്ക് ഒരാളെ കളിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെയും കളിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കരുതേ വേണ്ട. നമ്മൾ നമ്മളെ കാലിന് മിസ്സായോ അവരെ കാലിന് നമ്മളെ കളിപ്പിച്ചോ എങ്ങനെയാണെങ്കിലും നമ്മൾ നോക്കി നിൽക്കാൻ ബോളിന് ട്രൈ ചെയ്യുക. നമുക്ക് കഴിയൂല്ലെങ്കിൽ സബിനിറക്കുക. നമ്മൾ കയ്യാണ്ടാവുമ്പോഴല്ലേ നമ്മൾ നോക്കിക്കേണ്ട അവസ്ഥ വരുന്നത്. ആ സമയത്ത് സബിനിറക്കി കളിക്കുക. നമുക്ക് കയ്യാണ്ട് കളിച്ചിട്ട് കാര്യമുണ്ട്, നമ്മൾ ഉള്ള പേര് പോവുക ചെയ്യുക. അപ്പൊ കഴിയുന്നില്ലെങ്കിൽ ആളെ മാറ്റി കളിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതാക്കണം. മൂന്നാമത്തെ കാര്യം നമ്മൾ ഒരു ഡിഫൻഡർ ആയിട്ട് കളിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരുന്നത്, നമ്മൾ പെട്ടെന്ന് ഒരു പ്ലെയർ നമ്മളെ കട്ട് ചെയ്ത് അടുത്തത് തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, അടുത്ത് തന്നെ ഇങ്ങനെ മാറി അടുത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പോയിട്ട് എന്തായാലും പോയിട്ട് ബോളിന് മുമ്പിൽ വീഴാനേ പറ്റുള്ളൂ. ബോളിന് മുമ്പ് പോയിട്ട് സ്ലൈഡ് ചെയ്ത് വീണിട്ടില്ലെങ്കിൽ എന്തായാലും ഷുവറായിട്ട് ഗോൾ കയറും. കാരണം എന്താ വെച്ചാൽ അത്രയും നിയർ ആയിട്ട് നമ്മൾ ആ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ വീണ് പോകുമല്ലോ, പിന്നെ വീണ് പോയപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി പോകുമല്ലോ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗോൾ കയറും. പക്ഷെ നമ്മൾ അതേ തെറ്റ് നമ്മൾ ദൂരത്തിന് വെറുതെ ഓരോരോ ചെറിയ ഷോട്ടിനോ ചെറിയ ഫേക്കെല്ലാം ഉണ്ടാവും. ആ ഫേക്കിനെല്ലാം നമ്മൾ വീഴാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സുഖമായിട്ട് കളിപ്പിച്ചിട്ട് പ്ലെയർ ഉള്ളിലെടുത്ത് ബോൾ എന്തായാലും ഗോൾ അടിച്ചാൽ മതി. അപ്പൊ നമ്മൾ ഏത് ഏരിയയിലാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കണം. കുറച്ച് ലോങ് ആണെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ജസ്റ്റ് കാല് വെച്ച് മാത്രം കൊടുക്കുക. അടിക്ക് കാല് വെച്ച് കൊടുക്കുക, നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഡിഫൻഡർ വരാൻ വെയിറ്റ് ചെയ്യുക. ഡിഫൻഡർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടാക്കിൾ ചെയ്യാം. ഡിഫൻഡർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ പ്ലെയറെ ഡിഫെൻഡ് ചെയ്ത് പോവുക. അപ്പൊ നിങ്ങൾ അഥവാ പോസ്റ്റിന്റെ അടുത്താണെങ്കിൽ നിങ്ങൾ അവിടെ റിസ്ക് എടുത്തേ പറ്റുള്ളൂ. വേറെ അതിൽ ഔട്ടാവ് പിടിക്കാതില്ല, നിങ്ങൾ ആ ഷോട്ടിന് അവിടെ വീണേ പറ്റുള്ളൂ. ആ ഷോട്ട് ഗോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഔട്ടായിട്ടില്ല എന്ന് പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ബോൾ ഷൂട്ട് വരുവാണെങ്കിൽ അതിനെന്തായാലും നിങ്ങൾ വീണ് തന്നെ കളിക്കുക. അപ്പൊ ഈ 3 തെറ്റ് ദയവായിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. കാഴ്ച. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ. പ്രാക്ടിക്കലായിട്ട് അധികം ബോൾ കളിക്കാത്തതെന്ന് വെച്ചാൽ കാലിന് ചെറിയ ഇഞ്ചുറി ഉണ്ട്. നാളെ കാണിച്ചിട്ട് എന്താ റെസ്റ്റ് എടുക്കണോ എന്താന്ന് നമുക്ക് നാളെ പറയാൻ പറ്റുള്ളൂ. നാളെ പോയി ഡോക്ടറെ കാണിക്കണം. പിന്നെ അധികം കുട്ടികളെയും കിട്ടിയിട്ടില്ല, വന്ന് ഇവിടെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഒരാൾ ഓരോ വർക്കിലാണല്ലേ, എല്ലാ ദിവസവും കുട്ടികളെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.